എനിക്ക് വയ്യാമേ. അച്ഛനോടും ഏട്ടനോട് പറ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ. കരഞ്ഞുകൊണ്ടവൾ പറയുമ്പോൾ മറുവശത്തു നിന്നുള്ള അമ്മയുടെ നിശബ്ദതയായിരുന്നു അവളെ തെല്ലൊന്ന് അമ്പരപ്പിച്ചത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? വീണ്ടും അവളുടെ ശബ്ദമിടറുമ്പോൾ ഫോണിന് മറുവശത്ത് ദീർഘമായ ഒരു നിശ്വാസമായിരുന്നു ആദ്യം വന്നത്. ഞാൻ എന്ത് പറയാനാ അമ്മോ? കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആഴ്ച 2 തികഞ്ഞില്ല. ചെന്ന അന്നു മുതൽ നിനക്ക് പരാതി മാത്രമേ ഉള്ളൂ. എന്നും കരച്ചിലും പിഴിച്ചിലും. ഇതിനു മാത്രം നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത എന്ത് കാര്യമാണ് അവിടെയുള്ളത്? അവൻ ഇച്ചിരി വൃത്തി കൂടുതലുണ്ട്. അതൊരു തെറ്റാണോ അമ്മോ? അതിന് അങ്ങ് നിന്നു കൊടുത്താൽ പോരെ? നിനക്ക് പണ്ടത്തെ പോലെ കാലിന്മേൽ കാലി കയറ്റി വെച്ച് മൊബൈൽ തോണ്ടിയിരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ചുരുക്ക, അല്ലാതെ ഒന്നുമല്ല ഇത്. കൊഞ്ചിച്ച് വഷളാക്കിയതിൻ്റെ കുഴപ്പം, അല്ലാതെ എന്ത്? ദേ പെണ്ണെ, നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധമാണ് രാഹുലിൻ്റേത്. ബുദ്ധിമോശമൊന്നും കാണിച്ചേക്കരുത്. വെച്ചിട്ട് പോ പെണ്ണെ. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ അമ്മ ഫോൺ താഴ്ത്തി വയ്ക്കുമ്പോൾ കണ്ണുകൾ ഒന്ന് പിടച്ചു. ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന സങ്കടക്കനൽ തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുമ്പോൾ ഉറക്കെ ഒന്ന് കരയാൻ പോലുമുള്ള എൻ്റെ അവകാശമായിരുന്നു ആ വീട്ടിൽ കുഴിച്ചു മൂടിയത്. അമ്മ പറഞ്ഞത് സത്യമാണ്. സ്വപ്നം പോലും കാണാനാവാത്ത ബന്ധമാണ് രാഹുൽ. സുന്ദരൻ, സുമുഖൻ, പുറമേ നിന്നും നോക്കുന്നവർക്ക് മാന്യൻ. പക്ഷേ എന്താണ് ഞാൻ അയാളിൽ കണ്ടെത്തിയ കുറ്റങ്ങൾ? ഒരു നിമിഷം ചുവരിലെ നിലക്കണ്ണാടിയിലേക്ക് നോക്കി ഞാൻ. എൻ്റെ ശരീരത്തിലെ കുഞ്ഞു കുഞ്ഞു തീപ്പൊള്ളലിൽ കൂടി വിരലോടിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നി. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് രാഹുലിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നത്. അച്ഛൻ മകൾക്ക് വേണ്ടി കണ്ടെത്തിയ ചെറുക്കൻ ഒരിക്കലും മോശമാകില്ലെന്ന് ചെവിയോരം 100 വട്ടം പറയുമ്പോൾ വളർത്തി വലുതാക്കിയ അച്ഛൻ്റെ അഹങ്കാരമായിരുന്നു ആ വാക്കുകളിൽ. പക്ഷേ ആളും ആരവവും ഒഴിഞ്ഞപ്പോഴാണ് ആ അഹങ്കാരം മകളുടെ ജീവിതം തകർക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മുതൽ രാഹുൽ ബാത്റൂമിലാണ്. ആദ്യം കുളിച്ചു വന്നപ്പോൾ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ പിന്നെയും അത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയ സംശയത്തോടെയാണ് അയാൾക്കടുത്തേക്ക് ചെന്നത്. കാരണം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. കല്യാണത്തിന് വന്ന ആളുകളിൽ നിന്ന് ദേഹത്ത് അണുക്കൾ പടർന്നു. അത് കഴുകിക്കളയുകയാണെന്ന്. എത്ര കുളിച്ചിട്ടും തൃപ്തി വരാതെ അയാൾ കാണിക്കുന്നത് തെല്ലൊരു സംശയത്തോടെയാണ് ഞാൻ നോക്കിയത്. ആദ്യ രാത്രിയിൽ എൻ്റെ ദേഹത്ത് തൊടാൻ മടിക്കുന്ന അയാളെ ആ നിമിഷം ഞാൻ സംശയത്തോടെ നോക്കുമ്പോൾ കുളിച്ചു വരാനാണ് ആവശ്യപ്പെട്ടത്. കുറച്ചു മുൻപ് കുളിച്ചതാണെന്നുള്ള മറുപടിയിൽ തൃപ്തി വരാതെ വീണ്ടും ആവശ്യപ്പെടുന്ന അയാളുടെ മുഖഭാവം തെല്ലൊന്ന് മാറിയിരുന്നു. പിന്നീട് മറുത്തൊന്നും പറയാതെ അയാളുടെ ബാത്റൂമിൽ കയറിയ ഞാൻ ഞെട്ടിപ്പോയി. ഡെറ്റോൾ സോപ്പിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അതിൽ. ഒരിക്കൽ ഉപയോഗിച്ച സോപ്പ് പോലും പിന്നീട് അയാൾ ഉപയോഗിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. പുതിയൊരു സോപ്പ് പൊട്ടിച്ച് കുളിച്ച് പുറത്തു വരുമ്പോൾ വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു അയാൾ എൻ്റെ ദേഹം മണപ്പിച്ചു നോക്കിയത്. ആ നിമിഷം എൻ്റെ ശരീരത്തോട് എനിക്ക് പോലും അറപ്പ് തോന്നി. പിന്നീടുള്ള അയാളുടെ ചെയ്തികൾ പോലും അങ്ങനെയായിരുന്നു. അയാളുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എൻ്റെ ശരീരം സ്വയം സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദേഹത്ത് തൊടാൻ പോലും അയാൾ അറയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെയും അയാളുടെ അമിതമായ വൃത്തിയായിരുന്നു അതിന് കാരണം. പിന്നീടുള്ള ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു. ഓഫീസിൽ നിന്നും വന്നാൽ കുളിച്ചാലും അയാൾക്ക് തൃപ്തി വരില്ല. അതുപോരാഞ്ഞ് ഭ്രാന്തനെ പോലെ വീട് മുഴുവൻ ഓടി നടന്ന് പരുതും. അല്പം പൊടി എവിടെയെങ്കിലും കണ്ടാൽ ആദ്യമൊക്കെ ശാസനയുടെ രൂപത്തിലായിരുന്നു എന്നോട് പെരുമാറിയത്. എന്നാൽ പിന്നീട് അയാളുടെ ഭാവം മാറിത്തുടങ്ങിയിരുന്നു. ഒരു ദിവസം അല്പം പൊടി ടേബിളിൽ കിടക്കുന്നത് കണ്ടതിനാണ് ആദ്യമായി എൻ്റെ ദേഹം പൊള്ളിച്ചത്. ഇനി ഒരിക്കലും ആവർത്തിക്കാതെ ഇരിക്കാനുള്ള ശിക്ഷ. പക്ഷേ ഓരോ ദിവസവും ശിക്ഷയുടെ കാഠിന്യം കൂടി വന്നപ്പോഴാണ് അമ്മയെ അറിയിച്ചത്. അന്നേ കിട്ടിയ മറുപടി ബഹുരസമായിരുന്നു. ഇവിടുത്തെ പോലെ നീ കുളിക്കാതെയും നനക്കാതെയും നടന്നു കാണും. അതുകൊണ്ടാണ് രാഹുൽ നിന്നെ അടിച്ചത്. അല്ലെങ്കിൽ പണ്ടേ നിനക്ക് 2 കിട്ടേണ്ടതാ. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞാൽ കേൾക്കുമോ? മകളുടെ അവസ്ഥ മനസ്സിലാക്കാതെ പണ്ടത്തേതുമായി താരതമ്യം ചെയ്ത് അമ്മ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന മറുപടിയൊന്നും അവിടെ വില പോകില്ല എന്ന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ. ഇന്നും അത് തന്നെ. മിഴിനീര് തുടച്ചുകൊണ്ട് കണ്ണാടിയിൽ കണ്ണുകൾ കൊണ്ട് പരതുമ്പോൾ കണ്ണിൽ ഭയമായിരുന്നു. എവിടെയെങ്കിലും അല്പം അഴുക്കിരുന്നാൽ കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം ഓർത്തിട്ട്. അമ്മോ! ആ നിമിഷം താഴെ നിന്നും രാഹുലിൻ്റെ ശബ്ദം കേട്ടതും ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു ഞാൻ. ഭയത്തോടെ താഴേക്കോടുമ്പോൾ ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന രാഹുലിൻ്റെ കണ്ണുകൾ ഹാളിൽ ആകമാനം ഒഴിയുന്നത് കണ്ടു. എല്ലാം അടുക്കും ചിട്ടയോടെയാണെന്ന് ഉറപ്പിക്കാൻ ദിവസവും ചെയ്യുന്ന കാര്യം തന്നെയാണത്. ഇനി 500 കുളി കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ എല്ലാം നിരത്തി വെക്കണം. അതിലും അയാളുടെ കണ്ണുകൾ പരതും. എത്ര കഴുകി വൃത്തിയാക്കിയ പ്ലേറ്റാണെങ്കിൽ കൂടി ടിഷ്യൂ ഉപയോഗിച്ച് വീണ്ടും തുടയ്ക്കും. അയാളുടെ ഈ പേക്കൂത്ത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് സ്വന്തം അമ്മയും അച്ഛനും പോലും തറവാട്ടിൽ പോയി നിൽക്കുന്നത്.
പതിവ് പോലെ കുളി കഴിഞ്ഞ് കഴിക്കാനിരിക്കുമ്പോൾ മുൻപിൽ നിരത്തിയ വിഭവങ്ങളിൽ കൂടി അയാളുടെ കണ്ണുകൾ പോയി. ചട്നിയിൽ കിടക്കുന്ന ചെറിയ നാളികേരത്തിൻ്റെ നാരായിരുന്നു കണ്ണിലുടക്കിയത്. സ്പൂൺ കൊണ്ട് അത് കോരിയെടുക്കുമ്പോൾ അയാളുടെ വന്യമായ മുഖം എൻ്റെ നേരെ കൂർത്തു വന്നു. എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലേ അമ്മോ? നിന്റെ വൃത്തികെട്ട കയ്യിലെ അഴുക്ക് മുഴുവൻ ഈ നാരിൽ കാണും. അത് എൻ്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടാകും എന്ന് നിനക്കറിയുമോ? വൃത്തികെട്ട കൈ. സ്വന്തം പാതിയായവളുടെ ദേഹം പോലും അറപ്പോടെ നോക്കുന്നവൻ. ആ നിമിഷം കണ്ണു നിറയാനുള്ള സമയം പോലും തരാതെ ആ ചട്നി എൻ്റെ മുഖത്തേക്ക് അയാൾ ഒഴിക്കുമ്പോൾ ഉറവ പറ്റിയ കണ്ണുനീർ ചട്നിക്കൊപ്പം ഒലിച്ചിറങ്ങിയില്ല. പകരം അഗ്നിയായിരുന്നു ഒലിച്ചിറങ്ങിയത്. അത്രയും ദിവസം അടക്കിപ്പിടിച്ചതൊക്കെയും അഗ്നിയായി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മുൻപിലിരിക്കുന്ന ചൂട് സാമ്പാർ അയാളുടെ ദേഹത്തുകൂടി ഒഴുക്കാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. തൻ്റെ ദുഷിച്ച മനസ്സിനേക്കാൾ വൃത്തിയുണ്ടടോ എൻ്റെ ശരീരത്തിന്. പെണ്ണെന്ന് പറഞ്ഞാൽ വെറും അടിമയാണെന്ന് കരുതുന്ന തൻ്റെ കൂടെ ഇനി എൻ്റെ പട്ടി പോലും ജീവിക്കില്ല. അതിന് പോലും തന്നേക്കാൾ അന്തസ്സുണ്ടടോ. ഫു! അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ 2 ആഴ്ച കൊണ്ട് അനുഭവിച്ചതൊക്കെയും ആ നിമിഷം കണ്ണുനീറായി പെയ്തിറങ്ങി. അതും ചൂട് കണ്ണുനീറായി. സ്വന്തം വീട്ടുകാർ പോലും ഒരു നിമിഷം തന്നെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വയം ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. മുൻപോട്ടുള്ള പ്രയാണത്തിൽ പല ലക്ഷ്യങ്ങളും അവൾക്ക് മുൻപിൽ തുറന്നു കഴിഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.